ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഒരു വർഷത്തിനിടെ ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിക്കപ്പെട്ടത് 10 ലക്ഷത്തിലേറെ ഇലക്ട്രിക് ബൈക്കുകളെന്ന് റിപ്പോർട്ട്. കുറഞ്ഞ ഇന്ധനച്ചെലവ്, പരിസ്ഥിതി സൗഹൃദം, സർക്കാർ പിന്തുണ തുടങ്ങി നിരവധി ഘടകങ്ങൾ രാജ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒല, TVS, എയ്തർ, ബജാജ്, ഹീറോ എന്നീ കമ്പനികളുടെ ഇലക്ട്രിക് ബൈക്കുകളുടെ വിൽപ്പനയിൽ 2024 വൻ വർധനവുണ്ടായതായാണ് കണക്കുകൾ. ഉയർന്ന പെർഫോമൻസ് വാഗ്ദാനം ചെയ്യുന്ന ഒല S1 പ്രോ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ 3,76,550 യൂണിറ്റുകളാണ് 2024 ഡിസംബർ വരെ വിറ്റുപോയത്. ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്രവാഹന വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ച TVSന്റെ ബൈക്കാണ് iQube ഇലക്ട്രിക്. 1,87,301 യൂണിറ്റാണ് ഈ വർഷം വിറ്റഴിച്ചത്. ബജാജ് ചേതക്കിന്റെ 1,57,528 യൂണിറ്റുകളാണ് ഈ വർഷം കമ്പനിക്ക് വിറ്റഴിക്കാനായത്. മികച്ച പെർഫോമൻസ്, സ്റ്റൈലിഷ് ഡിസൈനർ, ശക്തമായ ബ്രാൻഡ് ഐഡന്റിറ്റി എന്നിവയ്ക്ക് പേരുകേട്ട ഡിസൈനാണിത്. എയ്തർ 450X 1,07,350 യൂണിറ്റുകളാണ് 2024 ഡിസംബർ വരെ വിറ്റഴിച്ചത്. റിവോൾട്ടിന്റെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളിൽ മികച്ച മോഡലുകളിലൊന്നാണ് RV400. വാഹനത്തിന്റെ 8,947 യൂണിറ്റുകളാണ് ഈ വർഷം വിറ്റഴിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതുവർഷത്തിൽ വിപണി കീഴടക്കാൻ സാംസങ്ങിന്റെ ഗാലക്സി റിംഗ് 2 വരുന്നു. ഈ സ്മാർട്ട് മോതിരത്തിൽ AI ഫീച്ചറുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സാംസങ്ങിന്റെ ഹെൽത്ത് ഫിറ്റ്നസ് ട്രാക്കറായ ഗാലക്സി റിംഗ് 2 ജനുവരിയിൽ അവതരിപ്പിക്കും. സ്മാർട്ട് ഫോൺ സീരീസായ S25 പരിചയപ്പെടുത്തുന്നതിനായി ജനുവരി 22 സംഘടിപ്പിക്കുന്ന ഗാലക്സി അൺപാക്ക് പരിപാടിയിൽ 2ാം തലമുറ സ്മാർട്ട് റിംഗും സാംസങ് അവതരിപ്പിക്കും. ആരോഗ്യത്തിനും ഫിറ്റ്നസിനും പ്രാധാന്യം നൽകുന്ന ഫീച്ചറുകളോടെയാണ് സാംസങ് റിംഗ് അവതരിപ്പിക്കുന്നത്. ഉപയോക്താക്കളുടെ ആരോഗ്യ നിരീക്ഷണത്തിനായി ഗാലക്സി സ്മാർട്ട് റിംഗിൽ സെൻസറുകൾ നൽകിയിട്ടുണ്ട്. AI അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ സ്മാർട്ട് റിംഗ് ഉപയോക്താവിന്റെ ജീവിതശൈലിയെയും ആരോഗ്യത്തെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പുതിയ സ്മാർട്ട് റിംഗ് സീരീസിൽ 11 അളവുകളിലുള്ള മോതിരങ്ങളാണ് സാംസങ് അവതരിപ്പിക്കുന്നത്. ഗാലക്സി റിംഗിന്റെ 1ാം ജനറേഷനേക്കാൾ കൂടുതൽ ഫീച്ചറുകളുള്ള സ്മാർട്ട് മോതിരമായിരിക്കും റിംഗ് 2. ഇവയ്ക്ക് 7 ദിവസം വരെ ബാറ്ററി ലൈഫ് ഉണ്ടാകുമെന്നാണ് സൂചന. 2024 ജൂലൈ മാസത്തിലാണ് സാംസങ് ഗാലക്സി റിംഗ് 1 പുറത്തിറക്കിയത്. ഉറക്കവും ഹൃദയമിടിപ്പും അളക്കാൻ ഇത് സഹായകമായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആക്സിസ് ബാങ്കിലെ 2 അക്കൗണ്ടുകളിൽ നിന്ന് 12 കോടി രൂപ ക്രെഡിന് നഷ്ടമായി. 14 ദിവസം കൊണ്ട് 37 ഇടപാടുകളിലൂടെയാണ് പണം നഷ്ടപ്പെട്ടത്. പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ ക്രെഡിനെ കബളിപ്പിച്ച് 12 കോടി രൂപ തട്ടിയെടുത്തതിന് ആക്സിസ് ബാങ്ക് റിലേഷൻഷിപ്പ് മാനേജർ ഉൾപ്പെടെ 4 പേരെ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പണം പിൻവലിക്കാൻ സംഘം വ്യാജരേഖകളും ബാങ്ക് വിവരങ്ങളും ഉപയോഗിച്ചു. ഡ്രീം പ്ലഗ് പേടെക് സൊല്യൂഷൻസിന്റെ അക്കൗണ്ടുകളിൽ സംശയാസ്പദമായ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് തട്ടിപ്പ് പുറത്തായത്. ക്രെഡിന്റെ മാതൃകമ്പനിയായ ഡ്രീം പ്ലഗ് പേയ്മെന്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ നരസിംഹ വാസന്ത് ശാസ്ത്രിയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. നിലവിൽ കേസ് CN ഈസ്റ്റ് പോലീസ് അന്വേഷിക്കുകയാണ്. അറസ്റ്റിലായവരിൽ രാജ്കോട്ടിലെ ആക്സിസ് ബാങ്ക് ശാഖയിലെ റിലേഷൻഷിപ്പ് മാനേജരായ വൈഭവ് പിതാഡിയെയും ഉൾപ്പെടുന്നു. സൂറത്തിൽ നിന്നുള്ള ബാങ്കിംഗ് ഏജന്റായ പർമർ നേഹ ബെൻ വിപുൽഭായ്, രാജ്കോട്ടിൽ നിന്നുള്ള ഇൻഷുറൻസ് ഏജന്റും പിതാഡിയയുടെ സഹപ്രവർത്തകനുമായ ശൈലേഷ്, രാജ്കോട്ടിൽ നിന്നുള്ള കമ്മീഷൻ ഏജന്റായ ശുഭം എന്നിവരും അറസ്റ്റിലായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കിയ ഗവൺമെന്റ് നടപടി സ്വാഗതം ചെയ്ത് വോഡഫോൺ. 4G 5G നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും കമ്പനി. ടെലികോം സേവനദാതാക്കളായ വോഡഫോൺ ഐഡിയ സ്പെക്ട്രം വാങ്ങുന്നതിനുള്ള ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. ഇത് ടെലികോം വ്യവസായത്തിന് കാര്യമായ ആശ്വാസമാണെന്ന് വിശേഷിപ്പിച്ചു. ഈ നീക്കം ടെലികോം ഓപ്പറേറ്റർമാരുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുക മാത്രമല്ല, ഇന്ത്യയിലെ 4G 5G നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും കമ്പനി കൂട്ടിച്ചേർത്തു. ഗവൺമെന്റിന്റെ ഈ നീക്കം ഇന്ത്യൻ ടെലികോം ഓപ്പറേറ്റർമാർക്ക്, പ്രത്യേകിച്ച് കാര്യമായ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന വോഡഫോൺ ഐഡിയയ്ക്ക് പ്രത്യേകിച്ചും പ്രയോജനകരമാണ്. വ്യവസായം പക്വത പ്രാപിച്ചുവെന്നും ഇനി ഇത്തരത്തിലുള്ള സാമ്പത്തിക സുരക്ഷ ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗ്യാരണ്ടി ഒഴിവാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ 650 കോടി രൂപയുടെ വിദേശ നിക്ഷേപം. ബ്രിട്ടീഷ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നിക്ഷേപം നടത്തുന്നത്. ബ്രിട്ടീഷ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് തങ്ങളുടെ ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ 650 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അറിയിച്ചു.
725 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അന്തിമ നിക്ഷേപം 650 കോടിയായിരിക്കുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചു. മഹീന്ദ്ര ഇലക്ട്രിക് ഓട്ടോമൊബൈൽ ലിമിറ്റഡിൽ BIIയുടെ ആസൂത്രിത നിക്ഷേപമായ 725 കോടിയുടെ അവസാന ഗഡുവിന് സമയപരിധി നീട്ടാൻ തങ്ങളും ബ്രിട്ടീഷ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് PLCയും പരസ്പര സമ്മതം അറിയിച്ചതായി ഈ വർഷം മെയ് മാസത്തിൽ കമ്പനി അറിയിച്ചിരുന്നു. ഇതോടെ ബ്രിട്ടീഷ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലെ മൊത്തം നിക്ഷേപം 1850 കോടി രൂപയായി ഉയരും. ഓഹരി മൂലധനത്തിന്റെ 2.64% മുതൽ 4.58% വരെ ബ്രിട്ടീഷ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിന് ഓഹരി പങ്കാളിത്തമുണ്ടാകും. ഈ വർഷം നവംബറിൽ മഹീന്ദ്ര 2 ഇലക്ട്രിക് SUVകൾ പുറത്തിറക്കിയിരുന്നു. ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന് 4500 കോടി രൂപ കമ്പനി നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.